ഇനി നമ്മൾ അടുത്തതായി കൊയിലാണ്ടി ഗുരുദേവ കോളേജിലെ പ്രിൻസിപ്പലിന്റെ വാദങ്ങൾ തള്ളി കൂടുതൽ വിദ്യാർത്ഥികൾ രംഗത്ത് വന്നിരിക്കുന്നു എന്നുള്ള വാർത്തയിലേക്ക് പോവുകയാണ്. കോളേജിൽ നടന്ന അക്രമ സംഭവങ്ങൾക്ക് ദൃക്സാക്ഷികളായ വിദ്യാർത്ഥികളാണ് പ്രിൻസിപ്പൽ ഡോക്ടർ സുനിൽ ഭാസ്കറിനെതിരെ വെളിപ്പെടുത്തൽ നടത്തിയത്. ഇതിന്റെ വിശദാംശങ്ങളുമായി രമേശ് ചേരുന്നുണ്ട്. രമേശ്, ഗുഡ് മോർണിംഗ്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട ഇപ്പോൾ വിദ്യാർത്ഥികൾ പറയുന്നത്? പ്രിയ, ഗുഡ് മോർണിംഗ്. ഈ ഗുരുദേവ കോളേജിലെ വിദ്യാർത്ഥികൾ നടത്തിയിരിക്കുന്ന ഗുരുതര വെളിപ്പെടുത്തലാണ് നിലവിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം മുൻപ് പട്ടാള ഉദ്യോഗസ്ഥനായിരുന്ന ഈ പ്രിൻസിപ്പൽ 5 വർഷം മുൻപാണ് കോളേജിലേക്ക് വരുന്നത്. നിലവിൽ പട്ടാള ഭരണ രീതിയിലാണ് കോളേജിൽ വിദ്യാർത്ഥികളോടും അധ്യാപകരോടും തന്നെ ഈ പ്രിൻസിപ്പൽ പെരുമാറുന്നതെന്നും ആ തരത്തിലുള്ള അതിൻ്റെ ഒരു ഭാഗമാണ് അന്നേ ദിവസം ഈ അക്രമം നടന്ന ദിവസം ഏരിയ പ്രസിഡന്റ് അഭിനവിനെ നേരിട്ടതെന്നുമെന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. അതിന് ദൃക്സാക്ഷികളായ വിദ്യാർത്ഥികൾ പറയുന്നത് ഈ ഒരു ഹെൽപ്പ് ഡെസ്ക് നേരത്തെ എല്ലാ വർഷവും എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ കോളേജിൽ സ്ഥാപിക്കുന്നതാണ്. അന്നേ ദിവസവും നേരത്തെ പ്രിൻസിപ്പളുമായി ചർച്ചയാക്കിയതിനു ശേഷം കോളേജിൽ ഹെൽപ്പ് ഡെസ്ക് രൂപീകരിക്കുന്നതും അത് അവിടെ ടേബിൾ ഇടുന്നതുമായി ചർച്ചയുണ്ടായിരുന്നു. പിന്നീട് മഴ വന്ന സമയത്ത് വിദ്യാർത്ഥികളിൽ നിന്നൊരു പറ്റം കുട്ടികൾ പ്രിൻസിപ്പലിനോട് മഴ ആയതിനാൽ കോളേജിലേക്ക് ഹെൽപ്പ് ഡെസ്കിൻ്റെ ടേബിൾ ഇടുന്നതുമായി ചർച്ച ചെയ്യാൻ പോയി. പക്ഷേ ഇത് പ്രിൻസിപ്പൽ തടഞ്ഞു. ഇത് സംബന്ധിച്ച് ഉത്തരവാദിത്തപ്പെട്ട ആളെന്ന നിലയിലാണ് ഏരിയ പ്രസിഡന്റ് അഭിനവ് ഇത് സംസാരിക്കാൻ എത്തിയത്. എന്നാൽ ഈ അഭിനവിനോട് ഒരു ഗുണ്ടയോട് പെരുമാറുന്ന രീതിയിലാണ് പ്രിൻസിപ്പൽ പെരുമാറിയെന്നാണ് ദൃക്സാക്ഷികളായ വിദ്യാർത്ഥികൾ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഈ SFI വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾ തന്നെ പുറത്തുവിട്ട വീഡിയോ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് പ്രിൻസിപ്പൽ അടിച്ചതിന് ശേഷം അഭിനവ് ചെവി പൊത്തി അവിടെ നിന്ന് മാറുന്ന ഒരു രംഗം. പക്ഷേ പ്രിൻസിപ്പളും സ്റ്റാഫ് സെക്രട്ടറിയും മറ്റും പുറത്തുവിട്ട വിഷ്വലുകളിൽ ഇതൊന്നും വ്യക്തമല്ല. കാരണം വിദ്യാർത്ഥികൾ തന്നെ ആരോപിക്കുന്നത് CCTV എവിടെയാണ്, എങ്ങനെ നിന്നാൽ വ്യക്തമായി CCTVയിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് കൃത്യമായ അറിവ് പ്രിൻസിപ്പലിനുണ്ടായിരുന്നു. ഇതുപ്രകാരമായിരുന്നു ഇത്തരത്തിൽ വിഷ്വലുകളൊക്കെയും തന്നെ മറ്റ് ചാനലുകൾക്ക് കൈമാറിയതെന്നും ഇവർ വെളിപ്പെടുത്തുന്നു. മാത്രമല്ല, വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ഒരു ചോദ്യം എന്തെന്നാൽ മറ്റ് സ്വകാര്യ ചാനലുകളിൽ പ്രിൻസിപ്പൽ പറഞ്ഞത് വിദ്യാർത്ഥികൾ യാതൊരു തരത്തിലും പ്രശ്നമുണ്ടാക്കിയിട്ടില്ല, പുറത്തുനിന്ന് വന്ന SFIയുടെ പ്രവർത്തകരാണ് പ്രശ്നമുണ്ടാക്കിയതെന്നാണ്. അങ്ങനെയെങ്കിൽ എന്തിന് 4 വിദ്യാർത്ഥികൾക്ക് സസ്പെൻഷൻ കൊടുത്തു എന്നും വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട്. മാത്രമല്ല, കോളേജിൽ നമുക്കറിയാം നിലവിൽ സർഗാത്മക ക്യാമ്പസുകളാണ് നമ്മുടെ കേരളത്തിൽ എല്ലായിടത്തും. മറ്റ് രാജ്യത്തിന് തന്നെ മാതൃകയാകുന്ന കോളേജുകളാണ് നമ്മുടെ കേരളത്തിലെ ക്യാമ്പസുകൾ. പക്ഷേ ഗുരുദേവ കോളേജിൽ ഈ പ്രിൻസിപ്പലിൻ്റെ നേതൃത്വത്തിൽ അത്തരത്തിൽ വിദ്യാർത്ഥികളുടെ അവകാശങ്ങളെല്ലാം നിഷേധിച്ചുകൊണ്ടാണ് കോളേജിൽ ഭരണം നടത്തുന്നതെന്നാണ് ഈ വിദ്യാർത്ഥികൾ ആരോപിക്കുന്നത്. നേരത്തെ കോളേജിൽ നിന്ന് ഒരാഴ്ച മുൻപ് പുറത്താക്കപ്പെട്ട അധ്യാപികയും ഇത്തരത്തിൽ ഗുരുതര ആരോപണം പ്രിൻസിപ്പലിന് നേരെ ഉയർത്തിയിരുന്നു. ഇവർ വനിതാ കമ്മീഷനും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് ഇത് സംബന്ധിച്ച് പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. പ്രിയ രമേശ്, ഇപ്പോൾ വിദ്യാർത്ഥികൾ ശക്തമായി ഇങ്ങനെ വെളിപ്പെടുത്തൽ നടത്തുമ്പോൾ, കാര്യങ്ങൾ പറയുമ്പോൾ കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്ന് ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം ഉറപ്പായിട്ടും ഉണ്ടാകേണ്ടതാണ്. അതുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമോ? കാരണം വിദ്യാർത്ഥികൾ കൂടുതലായി രംഗത്ത് വരുന്നുണ്ടല്ലോ തങ്ങളുടെ കാര്യം പറയാനായിട്ട്. പ്രിയ, നിലവിൽ ഇതുവരെ കോളേജ് അധികൃതർ ഇതിനോട് യാതൊരു പ്രതികരണവും നടത്തിയിട്ടില്ല. കാരണം അധ്യാപികയും വിദ്യാർത്ഥികളും അടക്കം ഇത്തരത്തിൽ കോളേജിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായും അവർ പ്രതികരണം നടത്തേണ്ടതാണ്. പക്ഷേ യാതൊരു തരത്തിലുള്ള പ്രതികരണങ്ങളും നിലവിൽ നടത്തിയിട്ടില്ല. കോളേജ് പ്രിൻസിപ്പലിനും സ്റ്റാഫ് സെക്രട്ടറിക്കും ഇന്നലെ ഈ വിദ്യാർത്ഥി SFI പ്രവർത്തകനെ ആക്രമിച്ചതിൽ കൊയിലാണ്ടി പോലീസ് ചോദ്യം ചെയ്യാൻ BNSS 35 പ്രകാരം നോട്ടീസ് നൽകിയിട്ടുണ്ട്. എന്തായാലും ഇതിന് ഹാജരാകുന്ന സമയത്തോ മറ്റോ മാധ്യമങ്ങളോട് കണ്ടാൽ പ്രതികരിച്ചേക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിൽ യാതൊരു പ്രതികരണവും കോളേജിലെ അധികാരികളോ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. പ്രിയ, ശരി. എന്തായാലും കൊയിലാണ്ടി ഗുരുദേവ കോളേജിലെ പ്രിൻസിപ്പലിന്റെ വാദങ്ങൾ തള്ളി കൂടുതൽ വിദ്യാർത്ഥികൾ രംഗത്ത് വന്നിരിക്കുകയാണ്. അവിടെ നടന്ന അക്രമ സംഭവങ്ങൾക്ക് ദൃക്സാക്ഷികളായ വിദ്യാർത്ഥികളാണ് പ്രിൻസിപ്പലിനെതിരെ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. ഇതിന്റെ വിശദാംശങ്ങളാണ് രമേശ് നൽകിയത്.